അയർലൻഡിലെ വെക്സ്ഫോർഡ് കൗണ്ടിയിൽ ഒരു അടിപൊളി ലൊക്കേഷൻ പറഞ്ഞുതരാം കേട്ടോ. അതാണ് ഓക്കെ. അതിമനോഹരമായൊരു കടൽ, അതിൻ്റെ സൈഡിൽ കാറ്റാടിപ്പാടങ്ങൾ. അടിപൊളിയല്ലേ? എന്താ നല്ല ലൊക്കേഷൻ. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല വെതറുള്ള ദിവസങ്ങളിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. പശുക്കളോടൊക്കെ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഈ പശുക്കളെ നോക്കി കുറേ നേരം, ഇത്ര അടുത്ത് നിങ്ങളെ കാണുന്ന ആദ്യമായിട്ടോ കേട്ടോ. ഇവിടുത്തെ പശുക്ക് ഉണ്ടോ, അതിൻ്റെ പ്രത്യേകത ഉണ്ടോ, എന്ത് നീറ്റ് ആൻഡ് ക്ലീനാന്ന് നോക്കിയത്. നിങ്ങൾ അവിടെ നിന്ന് മേഞ്ഞോളും എത്ര നേരം വേണേലും. കാറ്റാടിപ്പാടങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ വണ്ടി വിട്ട് പോയത് ലേഡീസ് ഐലൻഡിലേക്കാണ്. ലേഡീസ് ഐലൻഡ് പോകുന്ന വഴിയാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ ഇങ്ങനെ സഞ്ചരിച്ച് നമ്മൾ നേരെ ഒരു ലേക്കിലേക്ക് ചെല്ലുന്നു. ലേഡീസ് ഐലൻഡിലെ ലേക്കാണ് അങ്ങേറ്റത്ത് കാണുന്നത് കേട്ടോ. രസമാണ്, കൗതുകമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു എന്താ പറയുക, ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ എല്ലാ ലൊക്കേഷനും കണ്ട് നമ്മൾ പുതിയ തേടി പോകില്ലേ. അപ്പോൾ അങ്ങനെ തപ്പിപ്പോൾ കിട്ടിയതാണ്. ഒരു പഴയ എക്സ്പ്ലോറുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അവിടെ ഒരു മദർ മേരിയുടെ ചെറിയൊരു പള്ളിയുണ്ട്. അതൊരു ഫേമസ് ആയിട്ടുള്ളൊരു പിൽഗ്രിം സെൻ്ററാണ്. അവിടെ മറ്റൊരു പള്ളി പുറകിലുണ്ട് കേട്ടോ. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ. പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കാം. അവിടെ ഇരിക്കണമെങ്കിൽ നമുക്കിരിക്കാം. അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പാർക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. എത്ര നേരം വേണമെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കിട്ടും. ഇതുണ്ടല്ലോ, എന്തായാലും ഒരിക്കലെങ്കിലും പോയി കാണണം കേട്ടോ. അടിപൊളി ഒരു ലൊക്കേഷനാണ് ലേഡീസ് ഐലൻഡ്, മറക്കണ്ട.